ഹലോ നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ഷിജിന ഷാജി. ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് കുട്ടികൾ തലയടിച്ച് വീഴുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി. നമുക്ക് എല്ലാവർക്കും അറിയാം, കുഞ്ഞുങ്ങൾ തലയിടിച്ച് വീണ് കുഞ്ഞുങ്ങൾ വേദനിച്ച് കരയുമ്പോൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ കൂട്ടത്തിൽ ചില മാതാപിതാക്കൾ, എസ്പെഷ്യലി ചില അമ്മമാർ നിന്ന് കരയുന്ന പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. കാരണം പേരൻസ് ഭയങ്കരമായിട്ട് പാനിക്കാവുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾ തലയിടിച്ച് വീഴുക എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളാണ്, അവർ വീഴും, എഴുന്നേക്കും, അങ്ങനെയൊക്കെ തന്നെയാണ് അവരുടെ വളർച്ച പലപ്പോഴും നടക്കാറുള്ളത്. പക്ഷെ ചില കണ്ടീഷനിൽ കുഞ്ഞുങ്ങൾ തലയടിച്ച് വീഴുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് സാധാരണ കുഞ്ഞുങ്ങളെ നമ്മൾ കട്ടിലയിൽ പാലൊക്കെ കൊടുത്ത് ഉറക്കി കിടത്തിയതിന് ശേഷം അല്ലെങ്കിൽ പോകുമ്പോൾ ചില കുഞ്ഞുങ്ങൾ മാത്രമാണ് കരഞ്ഞെഴുന്നേക്കുന്ന ഒരു സ്വഭാവം. ചില കുഞ്ഞുങ്ങൾ കരയാതെ എഴുന്നേറ്റ് ഇങ്ങനെ തലയൊക്കെ പൊക്കി നിന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴാണ് ഉണർന്നായിരുന്നോ എന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാവുന്ന. ചില കുഞ്ഞുങ്ങൾ പക്ഷെ ഉണർന്ന് വരുമ്പോഴേ അവരുടെ അമ്മയെ കാണാത്തതുകൊണ്ട് കരയുന്ന ഒരു ശീലമുള്ള മക്കളും ഉണ്ട്. പക്ഷെ നമ്മൾ തലയിടിച്ച് വീഴുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ തലയിടിച്ച് വീണതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ, ഒരു സ്കാനൊക്കെ എടുക്കാം, സൗകര്യമുള്ളൊരു ഹോസ്പിറ്റലിലോട്ട് എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. കുഞ്ഞ് തലയടിച്ച് വീഴുമ്പം ഈ പറയുന്ന സിംറ്റംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഫസ്റ്റ് ലക്ഷണമെന്ന് പറയുന്നത് കുഞ്ഞ് തലയിടിച്ച് വീണ ബോധം കെട്ടുപോവുക. ഇനി ബോധം ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് നേരത്തേക്ക് കുഞ്ഞിനൊരു ഓർമ്മയില്ലാത്തതുപോലെ, അതായത് ഓർമ്മ കിട്ടാത്തൊരവസ്ഥയിൽ കുഞ്ഞ് നിൽക്കുകയാണ്, പെട്ടെന്ന് ബോധം കെട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ കുഞ്ഞ് നിർത്താതെ ഛർദ്ദിക്കുക. അതായത് നമുക്കറിയാം, കുഞ്ഞു മക്കളൊക്കെയാണ്, ചില ആഹാരങ്ങളൊക്കെ പിടിച്ചില്ലെങ്കിലും അവർക്ക് പാലൊക്കെ കുടിക്കുമ്പോൾ ഗ്യാസൊക്കെ വയറ്റിലുണ്ടെന്നുണ്ടെങ്കിൽ അവർ റീഗർജിറ്റേഷൻ എന്ന് പറയും, അതായത് പാലും എല്ലാം കൂടെ കക്കി വരുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ നോർമലാണ്, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ കുഞ്ഞ് നിർത്താതെ ഛർദ്ദിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് കുഞ്ഞിന് ഭയങ്കരമായിട്ടൊരു ക്ഷീണം അനുഭവപ്പെടുക. അതായത് കുഞ്ഞ് നേരത്തെ ഭയങ്കരമായിട്ട് ആക്റ്റീവായിരുന്ന കുഞ്ഞായിരിക്കാം, പക്ഷെ ഭയങ്കരമായിട്ടൊരു ക്ഷീണം, എപ്പോഴും ഇങ്ങനെ തൂങ്ങിപ്പോകുന്നത് പോലെ. ഇപ്പോൾ രാവിലെ ഒരു 10 മണിക്കൊക്കെയാണ് തലയടിച്ച് വീഴുന്നതെങ്കിൽ കുഞ്ഞൊരു 11 മണിയാകുമ്പോൾ കുഞ്ഞിന് ഉറങ്ങുന്നൊരു ശീലമില്ല, പക്ഷെ കുഞ്ഞങ്ങനെ ഇരുന്ന് തൂങ്ങിപ്പോവാണ്. കുഞ്ഞിനെ ഉറങ്ങുന്ന ശീലമില്ലാത്ത സമയങ്ങളിൽ കുഞ്ഞ് ഉറങ്ങിപ്പോകുന്നത് പോലെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം. കാഴ്ചകൾ രണ്ടായിട്ട് കാണുക. കണ്ണിൻ്റെ കാഴ്ച മങ്ങിപ്പോകുന്ന പോലൊക്കെ കുഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതുപോലെ തന്നെ കുഞ്ഞ് തലയടിച്ച് വീണതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള തലവേദന പറയുക, അസഹനീയമായിട്ടുള്ള ഒരു തലവേദന കുഞ്ഞ് പറയുവാണെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതുപോലെ കുഞ്ഞ് വീണ ഉടനെ തന്നെ അപസ്മാരം പോലെ വരിക, ഫിക്സ് വരികയാണ്, വായിക്കൂടൊക്കെ നൊരയും പതയൊക്കെ വരുന്നുണ്ടെങ്കിലും നിങ്ങൾ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതുപോലെ തന്നെ വീണതിന് ശേഷം കുഞ്ഞിൻ്റെ മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും രക്തം എടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത്, എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ കുഞ്ഞ് നടക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ഒരു ബാലൻസ് ഇല്ലാതെ പോലെ, ഒരു സൈഡിലോട്ടൊക്കെ വേച്ച് പോകുന്നത് പോലെ തോന്നുക, ബാലൻസ് നഷ്ടപ്പെട്ട് പോവുക. അതുപോലെ തന്നെ കുഞ്ഞിനൊരു കൈയും കാലും ഒന്നും അനക്കാൻ പറ്റാതെ വരിക, കുഞ്ഞിൻ്റെ ഒരു കൈയും കാലും ഒന്നും അനങ്ങുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഒരു അബ്നോർമൽ ബിഹേവിയർ കാണിക്കുക. അതായത് നേരത്തെ വളരെ കാം ആൻഡ് കൂളായിട്ടിരുന്ന കുഞ്ഞ് വീണതിന് ശേഷം പതിവില്ലാത്ത സ്വഭാവങ്ങൾ കാണിക്കുക, പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് ഒരു ഇറിറ്റേഷൻ കാണിക്കുന്നതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ കൊണ്ടുപോകണം. ഒരു കുഞ്ഞ് തലയടിച്ച് വീണ അതിൻ്റെ അടുത്ത 24 മണിക്കൂർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവേഴ്സാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ കുഞ്ഞിനെ വളരെയധികം കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമുക്കറിയാം, തലച്ചോറ് അതിനെ കവർ ചെയ്ത് തലയോട്ടിയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ തലയോട്ടി വിട്ട് അതിന് പുറത്ത് വരാൻ സാധിക്കത്തില്ല. തലച്ചോറ് അങ്ങ് ഷ്രിങ്ക് ചെയ്യുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. അങ്ങനൊരു അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കുഞ്ഞ് പെട്ടെന്ന് ബോധം കെട്ടി വീഴുക, ചെവിയിൽ നിന്ന് മൂക്കിൽ നിന്നൊക്കെ ചോര എടുക്കുക, കുഞ്ഞിന് ഫിക്സ് വരിക, ഇതൊക്കെ കുഞ്ഞ് കാണിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു സിംറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം. പലപ്പോഴും ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് CT ഓഫ് ബ്രെയിൻ എടുക്കാനാണ്, ബ്രെയിൻ്റെ ഒരു CT എടുക്കാനാണ്. അപ്പം തലച്ചോറ്
മണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലീഡിംഗ് ഉണ്ടോ, ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇനി രാത്രിയാണ് കുഞ്ഞ് വീഴുന്നതെന്നുണ്ടെങ്കിൽ കുഞ്ഞൊരു 7 മണി സമയത്തോ ഒക്കെയാണ് കുഞ്ഞ് വീഴുന്നത്. പക്ഷേ യൂഷ്വലായിട്ട് ഒരു 8:30 ആകുമ്പോൾ കുഞ്ഞിനൊരു ഉറങ്ങുന്ന ശീലമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോർമലായിട്ടുള്ളൊരു റൊട്ടീനാണ്. പക്ഷെ എന്നാലും കുഞ്ഞ് രാത്രി ഉറങ്ങുമ്പോഴും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, കുഞ്ഞിൻ്റെ ശ്വാസോച്ഛ്വാസമൊക്കെ നോർമലാണോ, കുഞ്ഞ് ഉറക്കം തന്നെയാണോ, അതോ കുഞ്ഞ് മയങ്ങി കിടക്കുകയാണോ എന്നൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇനി കുഞ്ഞുങ്ങൾ വീണ് തലയൊക്കെ മുഴച്ചൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഫസ്റ്റ് എയ്ഡ് ഒക്കെ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് എയ്ഡ് വേറൊന്നുമല്ല, നിങ്ങൾക്ക് കുറച്ച് ഐസ് പാക്ക്, അതായത് നമുക്കിപ്പം അവൈലബിൾ ആണ് മാർക്കറ്റിലൊക്കെ ഐസ് പാക്കുകൾ അവൈലബിൾ ആണ്. അത് ഫ്രീസറിൽ വെച്ചാൽ മതി. അതെടുത്ത് ചെറുതായിട്ടൊന്ന് തണുപ്പ് വേണേൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ തണുത്ത വെള്ളത്തിൽ ടവലൊക്കെ ഒന്ന് മുക്കി ഒന്ന് തടിച്ചിരിക്കുന്നത് മുഴച്ചിരിക്കുന്ന ഭാഗത്തൊക്കെ ഇടാം. വീട്ടിൽ മുറിവെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് മുറിവെണ്ണ ഒന്ന് ഡബിൾ ബോയിലിംഗ് ചെയ്ത് ചൂടാക്കി ഒന്ന് ചെറുതായിട്ട് ഒന്ന് തൊട്ട് പുരട്ടി കൊടുക്കാം. ക്ഷീരബല തൊട്ട് പുരട്ടുന്നത് നല്ലതാണ്. ആവർത്തിച്ച് ക്ഷീരബല, അതായത് 101 ആവർത്തി 51 ആവർത്തി പോലുള്ള ക്ഷീരബലകളും പുരട്ടാം, ക്ഷീരബല എണ്ണകളും പുരട്ടാം. അല്ല സാധാരണ പ്ലെയിൻ ആയിട്ടുള്ള ക്ഷീരബലയും നിങ്ങൾക്ക് പുരട്ടാം. അതുപോലെ തന്നെ ആവണക്കെണ്ണ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ, ശുദ്ധീകരിച്ച ആവണക്കെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മുഴച്ചിരിക്കുന്നിടത്ത് ഒന്ന് ചെറുതായിട്ട് പുരട്ടി കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കറ്റാർവാഴയുടെ അകത്തുള്ള പോള, കറ്റാർവാഴയുടെ അകത്തുള്ള ജെല്ല് നിങ്ങൾക്ക് ചെറുതായിട്ട് പുരട്ടി കൊടുക്കാം. ചെന്നിനായകം വീട്ടിലുണ്ടെങ്കിൽ ചെറുതായിട്ട് പുരട്ടി കൊടുക്കാം. ഇപ്പം അതിൻ്റെ ഇൻഫ്ലമേഷനൊക്കെ കുറയാനായിട്ട് അതിൻ്റെയൊക്കെ ട്യൂബ്സ് ഒക്കെ അവൈലബിൾ ആണ്. കറുത്തവട്ടും ചെന്നിനായകവും ഒക്കെ ചേർന്ന ട്യൂബ് ഓയിൽമെൻറ്റ് ബേസ് ആയിട്ട് വരുന്ന ഓയിൽമെൻ്റ് ഒക്കെ അവൈലബിൾ ആണ്. അതിലേതെങ്കിലും ഒരെണ്ണം വേണമെങ്കിലും നിങ്ങൾക്ക് പുരട്ടി കൊടുക്കാം. പക്ഷേ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം. അത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസം വരുന്നുണ്ട്. 6 മാസത്തിനകത്ത് നിൽക്കുന്ന കുഞ്ഞാണ് വീണിരിക്കുന്നത്. ഇനിയും ഡയപ്പറൊക്കെ മാറ്റാൻ നമ്മൾ കട്ടിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ അലമാരിയിൽ നിന്നൊക്കെ എടുക്കാനായിട്ടൊക്കെ മാറുന്ന സമയത്ത് കുഞ്ഞ് ഉരുണ്ട് വീഴാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞ് ഉണന്നിട്ട് ഇങ്ങനെ അടുക്കാൻ വെച്ചിരിക്കുന്ന പില്ലോ ഒക്കെ ഇങ്ങനെ തട്ടി മാറ്റിയൊക്കെ കുഞ്ഞ് ഉരുണ്ട് വീഴുന്നതൊക്കെ സാധാരണഗതി കാണാറുണ്ട്. അങ്ങനെ വല്ലതുമാണ് കുഞ്ഞ് വീണിരിക്കുന്നതെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് എടുത്ത് കുഞ്ഞിനെ ഷെയ്ക്ക് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ കുഞ്ഞിന് നട്ടലിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്ഷതം പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത് കൂടാൻ സാധ്യതയാകും. പലപ്പോഴും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ 6 മാസത്തിനകത്ത് നിങ്ങൾ നേരെ തന്നെ കുഞ്ഞുങ്ങളെ എടുത്ത് ഒന്ന് സമാധാനിപ്പിക്കുക. കാരണം കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പാല് കൊടുക്കരുത്, ബ്രസ്റ്റ് ഫീഡ് ചെയ്യരുത്. ചെയ്യുവാണെങ്കിൽ കുഞ്ഞുങ്ങൾ ഛർദ്ദിക്കും. അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാവും. അപ്പോൾ കുഞ്ഞുങ്ങൾ ഛർദ്ദിക്കും. അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യരുത്. കുഞ്ഞിനെ ഒന്ന് നന്നായിട്ട് സമാധാനിപ്പിക്കുക. സമാധാനിപ്പിച്ചതിന് ശേഷം ഫീഡ് ചെയ്ത് നിങ്ങൾ കുഞ്ഞിനെ ഉറക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ഓയിൽമെൻറ്റോ എല്ലാം പീഡിയാട്രീഷ്യൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ പീഡിയാട്രീഷ്യൻ എന്തെങ്കിലും തരത്തിലുള്ള മെഡിസിൻസ് കൊടുക്കാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്ത് അത് കൊടുക്കാവുന്നതാണ്. പക്ഷേ കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രത്യേകം ഷെയ്ക്ക് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ കാറിലൊക്കെ പോകുമ്പോഴും കുഞ്ഞുങ്ങളെ സീറ്റ് ബെൽറ്റ് ഇട്ട് നമ്മൾ നിർബന്ധമായിട്ടും സുരക്ഷിതരായിട്ടേ കൊണ്ടുപോകാവുള്ളൂ. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ പ്രായത്തിനനുസരിച്ചുള്ള കാറുകളിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ചെയർസ് കാറുകളിൽ ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ കൊണ്ടുപോകാവുള്ളൂ. കാരണം പെട്ടെന്ന് ബ്രേക്കൊക്കെ ഇടുമ്പോൾ കുഞ്ഞ് ഫ്രണ്ടിലോട്ടും പുറകിലോട്ടും ഒക്കെ പെട്ടെന്ന് മൂവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തലയൊക്കെ ഷേക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കഴുത്തിലൊക്കെ ഇഞ്ചുറി ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഇത്രയാണ് എമർജൻസി എന്ന് പറയുന്നത്. ഇങ്ങനൊരു എമർജൻസി ഉണ്ടാണ് എത്രയും പെട്ടെന്ന് നിങ്ങളൊരു അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അത്യാവശ്യം CT MRI ഒക്കെ എടുക്കാൻ പാകത്തിന് സ്കാനിങ് ഒക്കെ നടക്കുന്ന ഒരു അത്യാവശ്യം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുഞ്ഞുങ്ങളെ കാണിക്കാറുണ്ട്. നിങ്ങൾ പാനിക് ആകാതിരിക്കണം. കാരണം പെട്ടെന്ന് നിങ്ങൾ പാനിക് ആവുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞ് വളരെ ഉറക്കെ കരയാൻ തുടങ്ങും. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കണം. എല്ലാ അമ്മമാർക്കും വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമസ്കാരം.